മമതാ ബാനർജി നമുക്കറിയാം നിരവധി പ്രതിസന്ധികളെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ വിൽ പവർ പ്രത്യേകം എല്ലാവരും എടുത്തു പറയുന്ന ഒന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനിടെയാണ് സന്ദേശ് ഖാലി വിഷയമൊക്കെ ഉണ്ടായത്. അന്ന് ആ ഒരു വലിയ വിഷയത്തെയൊക്കെ അവർ സധൈര്യം നേരിടുകയും അങ്ങനെ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബംഗാളിലെ പ്രധാന വിഷയം നമുക്കറിയാം, ഒരു ഡോക്ടറുടെ കൊലപാതകമാണ്. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവർക്ക് മറ്റ് എന്നുമില്ലാത്ത രീതിയിൽ അവർക്ക് പ്രതിരോധത്തിലാകേണ്ടി വന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം അവർ വിളിച്ച ഡോക്ടർമാരുടെ യോഗം, ഡോക്ടർമാർ എത്താത്തതിനെ തുടർന്ന് അവർക്ക് 2 മണിക്കൂർ ഡോക്ടർമാർക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. അവസാനം അവർക്ക് പറയേണ്ടി വന്നു, വേണമെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിയാം എന്നൊക്കെ പറയേണ്ടി വന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ മമതാ ബാനർജി എത്തിയിരിക്കുകയാണ്. മമതാ ബാനർജിയുടെ ഭാവിയിൽ എന്തെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? രാജിവെച്ചൊഴിയുക, ഞാൻ രാജിവെക്കാൻ സന്നദ്ധയാണ്, വേണമെങ്കിൽ ഞാൻ രാജിവെക്കാമെന്ന് പറഞ്ഞതിനോട് കൂടെ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, നീതി എനിക്കും വേണമല്ലോ എന്ന്. എല്ലാവർക്കും നീതിക്കാണ് വേണ്ടി ചോദിക്കുന്നത്, നീതി എനിക്കും വേണമെന്ന്. ഈ സംഭവത്തിൽ ഈ ദൗർഭാഗ്യകരമായ ആർജിക്കർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സംഭവത്തിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ടേക്ക് കാണുന്നത് ഈ ഡോക്ടർമാരുടെ സമരത്തെ ശരിക്ക് ഒരു ഭാഗത്ത് CPM ഒരു ഭാഗത്ത് BJPയും രാജ്യത്ത് തന്നെയാണ്. CPM സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലക്കും മമതാ ബാനർജിയുടെ പാർട്ടിയും ഇല്ല, ഭരണവും മാത്രമല്ല മമതാ ബാനർജിയുടെ പാർട്ടി തന്നെ ഇല്ലാതായാലേ CPMന് തിരിച്ചു വരവിന് വഴിയുണ്ടാവൂ എന്നുള്ള ഏക വഴി അത് മാത്രമാണെന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലക്ക്, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന പാർട്ടി എന്ന നിലക്ക് CPM അത് ചെയ്യും. കേന്ദ്രം ഭരിക്കുന്ന ഒരു ഭാഗത്തുനിന്ന് അത് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ CPM അങ്ങനെ ചെയ്യുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJPയും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ചർച്ചയ്ക്ക് ആദ്യം അവരെ വിളിച്ചു. ഈ ചർച്ചയുടെ കാര്യം ആലോചിക്കണം. സമരം നിർത്തണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് ദിവസങ്ങളായി. സമരം നിർത്തിയിട്ടില്ലെങ്കിൽ, ഗവൺമെൻറ് ഡോക്ടർമാർ സമരം നിർത്തി, ജൂനിയർ ഡോക്ടർമാർ സമരം നിർത്തിയിട്ടില്ലെങ്കിൽ ഇനിയും നിങ്ങൾ സമരം തുടരുകയാണെങ്കിൽ നടപടിയെടുക്കാൻ സർക്കാരിനോട് പറയേണ്ടി വരും എന്നുവരെ കോടതി പറഞ്ഞു. അതിനുശേഷവും സമരം അവർ അങ്ങനെ തന്നെ തുടരുകയാണെന്ന് ഓർക്കണം. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. 2, ഈ ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചു. ഇന്നലത്തെ ചർച്ച ഉണ്ടെന്ന് മിനിയാന്ന് അറിയിച്ചപ്പോൾ തന്നെ ആദ്യം ചർച്ചയുടെ സമയം അറിയിച്ചതിന് ശേഷം അവർ പിന്നെയും ഡിമാൻഡ് കൂട്ടി, പുതിയ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചു. എന്നിട്ട് അത് അംഗീകരിച്ചുകൊണ്ട് പിന്നെ ചീഫ് സെക്രട്ടറി ഇവർക്ക് മെയിൽ അയക്കുന്നു. അങ്ങനെയാണ് ഇന്നലെ 5 മണിക്ക് ആരോഗ്യ മന്ത്രാലയത്തിൽ വെച്ചിട്ട് ചർച്ച എന്ന് പറഞ്ഞിട്ട് ചർച്ചയ്ക്ക് അവർ ചെന്നപ്പം 2 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ, ചർച്ചയ്ക്ക് വേണ്ടി ചെന്ന ആൾ ആദ്യം 15 ആളെന്ന് പറഞ്ഞ് പിന്നെ 30 ആളുകൾ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ 30 ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് പോലും പിന്നെ ചീഫ് സെക്രട്ടറി മെയിൽ അയച്ചു. ഇതിനുശേഷം ഇവർ ചെന്നിട്ട് ഈ ഹാളിലേക്ക് കയറാതെ നിന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രിക്കും പിന്നെ ആരോഗ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ 2 മണിക്കൂർ കാത്തിരിക്കേണ്ടത്. ഇവർ 2 മണിക്കൂർ പുറത്ത് കാത്തു നിൽക്കുന്നു. പുറത്ത് നിന്നിട്ട് ഇതിൻ്റെ പിന്നെ ഹാളിലേക്ക് എത്തിയിട്ട് ഹാളിലേക്ക് എൻട്രി ചെയ്യാതെ ജൂനിയർ ഡോക്ടർമാരുടെ സംഘം പുറത്ത് കാത്തിരിക്കുന്നു. പുതിയൊരു ആവശ്യം ഉന്നയിച്ചിട്ട്, ആവശ്യം എന്തായിരുന്നു വെച്ചാൽ അത് പിന്നെ ലൈവ് ചെയ്യണമെന്നാണ്, ചർച്ച ലൈവ് ചെയ്യണം എന്ന്. അതായിരുന്നു ഏറ്റവും പുതിയ ആവശ്യം. ഈ ചർച്ച ലൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് സർക്കാർ പറഞ്ഞപ്പോഴാണ് ഇവർ തിരിച്ചു പോകുന്നത്. അപ്പോൾ പിന്നെ BJP നേതാക്കൾ ഇടപെട്ടിട്ട് പറയുന്നു, ഈ ലൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് സർക്കാർ പറയുന്നത് പിന്നെ സർക്കാരിന് സുതാര്യത ഭയന്നത് കൊണ്ടാണ്. ഈ സമരത്തിൻ്റെ ഈ ചർച്ചയുടെ പോലും തൊട്ട് മുമ്പും തൊട്ട് ശേഷവും ഇതിൽ പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻ കാണിച്ചു കൊടുക്കുന്നത് BJPക്കാരാണ് എന്ന് പുറത്ത് വരും വിധം ഈ സംഭവ പരമ്പര നോക്കിയാൽ അത് ഒരു കൃത്യമായിട്ട് വരും. അതിനൊക്കെ ശേഷമാണ് ഈ പിന്നെ MP തൃണമൂൽ കോൺഗ്രസിൻ്റെ MP കല്യാൺ ചാറ്റർജി ഇവരടക്കമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് ഇത് BJP സമരം ഹാക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് സംഭവം നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പിന്നെ മമതാ ബാനർജി പറഞ്ഞത്, ഞാൻ രാജിവെക്കുകയാണെന്ന് മാത്രമല്ല, അത് രാജിവെക്കാൻ വേണ്ടി രാജ്യസന്നദ്ധതയാണ് അവർ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല, നീതി എനിക്കും വേണം എന്നാണ് പറഞ്ഞത്. ശരിക്കും ഈ സമരത്തിനെ ഈ മമതയുടെ ശത്രുക്കൾ രാഷ്ട്രീയമായി റാഞ്ചി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവൾ മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെയാണോ? കാരണം ഇപ്പം മുമ്പും ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ അന്ന് ഷീലാ ദീക്ഷിത്തിനെതിരെയുള്ള വലിയൊരു സമരമാണ് അവരെ താഴെ ഇറക്കിയത്. അതുപോലെയുള്ള വലിപ്പത്തിലേക്ക് ഈ സമരം പോകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല നൗഫലെ, തുടക്കത്തിലുണ്ടായിരുന്ന ആ വലിപ്പം സമരത്തിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്നത് ഡോക്ടർമാരുടെ സമരമാണ്, പ്രത്യേകിച്ച് ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ സമരം. അതിപ്പോൾ ഒരു മാസം, ഓഗസ്റ്റ് 9 തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ സെപ്റ്റംബർ 13 ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ സെപ്റ്റംബർ 10 സമരം നിർത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സമരം നിർത്തിയിട്ടില്ലെങ്കിൽ ആക്ഷൻ എടുക്കാം എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിനോട്. പക്ഷേ ഇന്നലെ മമതാ ബാനർജി വന്ന എസെൻഷ്യൽ സർവീസ് മെയിൻ്റനൻസ് ആക്ട് പ്രയോഗിക്കാവുന്ന സമരമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം
23 ആളുകൾ മരിച്ചു. 27 ആളുകൾ പ്രോപ്പർ മെഡിക്കൽ അറ്റൻഡൻസ് ലഭിക്കാത്ത കാരണം മരണപ്പെട്ട് കഴിഞ്ഞു. ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മെഡിക്കൽ അറ്റൻഡൻസ് ലഭിക്കാത്ത അവസ്ഥ ഇതിനകം ഉണ്ടായി കഴിഞ്ഞു. ആരാണ് ഇതിൻ്റെ എഫക്റ്റീവ്സ് നൗഫലെ? ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നത് ആരാണ്? നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവിടെ ഈ സമരത്തെ പിന്തുണക്കുന്ന CPIM എങ്കിലും അത് ആലോചിക്കേണ്ട കാര്യമാണ്. ബംഗാളിലെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരാണ്. പണക്കാരെ സംബന്ധിച്ച് അവർ സ്വകാര്യ ആശുപത്രികളെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് സാധിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള കർഷക തൊഴിലാളികളായിട്ടുള്ള കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ എഫക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു മാസത്തിലേറെ അവർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അറ്റൻഡ് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല. അവർക്ക് പ്രോപ്പർ മെഡിക്കൽ അറ്റൻഡൻസ് കിട്ടുന്നില്ല. 27 ആളുകൾ ഇതിനകം മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവരെന്താ ചെയ്തുകൊണ്ട് ഇവരെന്തിനാണ് സമരം ചെയ്യുന്നത്? ജസ്റ്റിസ് ഫോർ ദ വിക്ടിം എന്നുള്ളതാണല്ലോ. അത് ജസ്റ്റിസ് അവർക്ക് മേടിച്ചു കൊടുക്കേണ്ടത് ആരാണ്? അത് അന്വേഷിക്കുന്ന ഏജൻസി അല്ലേ? ആരാ അന്വേഷിക്കുന്നത്? CBI നിയന്ത്രിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്രത്തിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ഏജൻസിയാണ് CBI. അപ്പോൾ CBI അന്വേഷിക്കുക മാത്രമല്ല, സുപ്രീം കോടതിയുടെ മോണിറ്ററിങ്ങിൽ, ഡയറക്റ്റ് മോണിറ്ററിങ്ങിൽ CBI അന്വേഷിക്കുന്ന, അന്ന് സുപ്രീം കോടതി അവർക്ക് ടൈം ലൈനൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ CBI അന്വേഷിക്കുന്ന ഒരു കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടക്കുക എന്ന് പറയുന്നത്, ഓക്കെ, തുടക്കത്തിൽ ആദ്യത്തെ ദിവസങ്ങൾ മനസ്സിലാക്കാം അതിൻ്റെ ഒരു വൈകാരിക വിക്ഷുബ്ധത. കാരണം ആ കൊലപാതകത്തിൻ്റെ മൃഗീയത, അതിൻ്റെ അത്രയും ഹീനമായൊരു കൊലപാതകം, ആ ഒരു വൈകാരികമായ പ്രതികരണം അതിനോടുണ്ടാവുന്ന മനസ്സിലാക്കാം. ആദ്യത്തെ 1-2 ദിവസങ്ങളുണ്ടാകുന്ന സമരങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കാം. പക്ഷേ ഇതിങ്ങനെ ഒരു മാസത്തിലേറെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ സമരം ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അത് നിക്ഷിപ്ത താല്പര്യം തന്നെയാണ്, ഒരു സംശയവുമില്ല. അതേക്കുറിച്ചാണ് ഇന്നലെ മമതാ ബാനർജി പറഞ്ഞത്. ദേ ഡോണ്ട് വാണ്ട് ജസ്റ്റിസ്, ദേ വാണ്ട് മൈ ചെയർ എന്നാണ്. മമതാ ബാനർജിയെ അൺസീറ്റ് ചെയ്യുക, അവരാ കസേരയും തെറിപ്പിക്കുക എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. ഇത് എങ്ങനെയാണത് പ്രോജക്റ്റ് ആകുന്നതെന്ന് മനസ്സിലാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന നാഷണൽ ചാനൽസ് എന്ന് പറയുന്ന ചാണക ചാനലുകൾ എങ്ങനെയാണ് ഇതിനെ കവർ ചെയ്യുന്നത് കൂടെ നോക്കിയാൽ മതിയാവും. ലോകത്തെന്ത് നടന്നാലും ഇത് തന്നെയാണ് ഇവർ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തിലേറെ ഇതിന് കൊടുക്കുന്ന ഹൈപ്പ് നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിൽ ഇന്നലെ അവിടുത്തെ ഗവർണർ എന്ന് പറയുന്നൊരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ്. എന്നാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട, അങ്ങനെ മാത്രം പ്രവർത്തിക്കേണ്ട ആളാണ് ഗവർണർ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ ഇന്നലെ പറഞ്ഞത് ഇവരെ മമതാ ബാനർജിയെ സോഷ്യൽ ബോയ്ക്കോട്ട് ചെയ്യണം. ഒരു ഗവർണർ, രാജ്ഭവനിലിരിക്കുന്ന ഒരാൾ, ഗവർണറുടെ കസേരയിലിരിക്കുന്ന ആൾ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കണമെന്ന്, അവരെ സാമൂഹികമായി ബഹിഷ്കരിക്കണം, ഞാൻ അവരുടെ കൂടെ വേദി പങ്കിടില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക. ആരാണ് ഈ പറയുന്നത്? അയാൾക്കെതിരെ ലൈംഗിക ആരോപണം വന്നിട്ട് അന്വേഷിക്കണം. അതെ, ഹാജരാവാത്ത ആളാണ്. അതെ, അതുപോട്ടെ. ഇത് എങ്ങനെയാണ് സാധിക്കുക? ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊന്നും സ്പോണ്ടാനിയസായിട്ട് സ്വാഭാവികമായി നടന്നു പോകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ബംഗാൾ എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലായിക്കോ, ഇന്ത്യയിൽ BJPക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും, ഭരണപരമായ പല ലക്ഷ്യങ്ങളും. ഇന്ത്യയിൽ RSSന് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ബംഗാളാണ്. ബംഗാൾ പിടിക്കുക എന്നുള്ളത് BJPയേക്കാൾ RSSൻ്റെ ആവശ്യമാണ്. കാരണം അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ അതിർത്തി സംസ്ഥാനങ്ങൾ അവരൊരു പ്രൈം ഫോക്കസ് ഏരിയയാണ്. സീമ ജാഗരൺ മഞ്ച് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക സംഘടനകൾ തന്നെ നടക്കുന്നത്. അപ്പോൾ ബംഗാൾ എന്ന് പറയുന്ന ഒരു അതിർത്തി സംസ്ഥാനം, ആ അതിർത്തി സംസ്ഥാനം അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാവുന്നത് അത് അതിർത്തി പങ്കിടുന്ന ആരുമായിട്ടാണ്? ബംഗ്ലാദേശുമായിട്ടാണ്. ഈ വെസ്റ്റ് ബംഗാളിനകത്തുള്ള ഡെമോഗ്രാഫിക് പാറ്റേൺ ഏതാണ്ട് 40% മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അത്തരമൊരു സംസ്ഥാനം RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രൈം ഫോക്കസ് ആയിട്ട് നിൽക്കും. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം RSS വോളണ്ടിയർമാരെ വെച്ചിട്ടുണ്ട് ഈ ഗ്രാസ് റൂട്ട് ലെവൽ ഇലക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. RSS ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു അളവെടുത്ത് നോക്കിയാൽ ബംഗാളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്ര എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അവരുടെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് ബംഗാൾ പിടിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് നടന്നിട്ടില്ല. കാരണം മമതാ ബാനർജിയുടെ ജനകീയത അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പം കിട്ടിയ ഒരു അവസരം അതിനെ പരമാവധി മുതലാക്കാനാണ് അവരിപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ ഈ സമരം ലക്ഷ്യബോധമില്ലാത്ത സമരമാണ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന ഒരു കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന വിഡിത്തമാണ്.
തുടക്കത്തിൽ അതിനുണ്ടായിരുന്ന പിന്തുണ, ജനകീയമായ പിന്തുണ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഈ ഡോക്ടർമാർ നടത്തുന്ന BJP പുറകിൽ നിന്ന് ഡോക്ടർമാർ നടത്തുന്ന സമരമാണ്. എന്നിട്ട് ഇപ്പോൾ ഇന്നലെ മമതാ ബാനർജി ചെയ്ത് വളരെ ഒരു സൈക്കോളജിക്കൽ മൂവാണ്. കാരണം 2 മണിക്കൂറാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അതിൽ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അവർ ആ ഹാളിൽ അവരും അവരുടെ ഒരു സെക്രട്ടറിയോ മറ്റോ ഉണ്ട്. അവർ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുകയാണ്. ഈ സമരക്കാർ വരുന്നില്ല. അവരുടെ ന്യായം എന്താണ്? ഈ ചർച്ച ലൈവ് സ്ട്രീം ചെയ്യണം. ഇന്ത്യയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു സമര പ്രതിനിധി സംഘവും സർക്കാർ നടത്തുന്ന ഒരു ചർച്ച ഫേസ്ബുക്കിലൂടെ ലൈവ് സ്ട്രീം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡിമാൻഡ്? ആ ഡിമാൻഡും വെച്ചിട്ട് 2 മണിക്കൂർ അവർ തർക്കിച്ചു. ഈ 2 മണിക്കൂറും ഈ മുഖ്യമന്ത്രി ഒരു പണിയും എടുക്കാതെ അവിടെ കസേരയിൽ ഇരുന്ന് അവരെ കാത്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത് എനിക്കും നീതി വേണം, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ രാജിവെക്കാം. അത് മമതാ ബാനർജിക്ക് ബംഗാളികളോട് സംസാരിക്കാനുള്ള ഭാഷ അറിയാം, ആ ജനതയെ അറിയാം. അതിനകത്തൊരു സൈക്കോളജിക്കൽ മൂവാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഈ സന്ദേശ് ഖാലി പോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം കാറ്റുപോകുന്ന അടുത്ത സമരമായിരിക്കും ഇത്. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണാം. നമസ്കാരം.